നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കറിയാം ട്രേഡിങ് 90%ഓ അല്ലെങ്കിൽ 70%-ലധികമോ എല്ലായ്പ്പോഴും അത് സൈക്കോളജിക്കലാണെന്നാണ് ട്രേഡിങ്ങിൽ വിജയിച്ച ഏത് വ്യക്തിയുടെയും അഭിമുഖങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്നതായി കേൾക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ട്രേഡിംഗ് വളരെയധികം സൈക്കോളജിക്കലാണ് എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ സൈക്കോളജിക്കൽ അത് രണ്ട് രീതിയിലാണ് സൈക്കോളജി നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഭയം, രണ്ട് ഗ്രീഡ്. അപ്പോൾ ഈ ഗ്രീഡും ഫിയറും, ഈ രണ്ട് രീതിയിലുള്ള സൈക്കോളജി നമ്മളെ ട്രേഡിങ്ങിൽ വളരെയധികം അലോസരപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിയർ ഓഫ് മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി. പേടി രണ്ട് വിധത്തിലാണ്. ഒന്ന് നഷ്ടം വരുമോ എന്നുള്ളത്, രണ്ട് അവസരം നഷ്ടപ്പെടുമോ എന്നുള്ളത്. അതിനകത്ത് ഫിയർ ഓഫ് മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഏതൊരാളും ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയധികം തവണ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിരിക്കും ഫിയർ ഓഫ് മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ പറഞ്ഞു, നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡർ എന്ന നിലയ്ക്ക് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ റൂളിൻ്റെ ഭാഗമായി ഇന്നലത്തെ ദിവസം തന്നെ ഈ ഒരു രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻറ്റ്സ്, ഇന്നലത്തെ ദിവസത്തെ ലോയും നമ്മൾ മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ ഇന്നലത്തെ ഹൈയും മാർക്ക് ചെയ്തു. ഫസ്റ്റ് ക്യാൻഡിൽ നമുക്കിവിടെ കാണാം ഹൈയെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന ശൈലി എന്ന് പറയുന്നത് ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോയിലോ അല്ലെങ്കിൽ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈയിലോ ഒരു ബ്രേക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കാറുള്ളത്. അങ്ങനെ എൻട്രി എടുത്ത പല ട്രേഡുകളും നമ്മൾ കണ്ടു. 50%ഓ അതിന് മുകളിലോ നമുക്ക് അത്തരം ട്രേഡുകൾ ലാഭം തന്നിട്ടുണ്ട്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ ഞാൻ എൻട്രി എടുത്തു. ഡേ ഹൈ, ഇന്നലത്തെ ഡേ ഹൈയെ ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ ഞാനൊരു എൻട്രി എടുത്തു. എന്നിട്ട് ആ എൻട്രി എടുക്കുന്നതിനുള്ള കാരണം മറ്റൊന്നുമല്ല, അത് സൈക്കോളജിക്കൽ മാത്രമായിരുന്നു. നമ്മുടെ റൂൾസ് അനുസരിച്ചല്ല നമ്മൾ ഇന്ന് എൻട്രി എടുത്തിരിക്കുന്നത്. അതായത് വലിയൊരു ക്യാൻഡിൽ മുകളിലേക്ക് പുഷ് ചെയ്യുന്ന കണ്ടപ്പോൾ അവസരം നഷ്ടപ്പെട്ടു പോകുമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി, അത് വന്നിട്ടാണ് നമ്മളെ കൊണ്ടിവിടെ മാർക്കറ്റ് എൻട്രി എടുപ്പിച്ചത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് വലിയ ക്യാൻഡിലുകൾ വെച്ച് കാണിക്കും, അതുപോലെ വളരെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്ന തോന്നലുകൾ ഉണ്ടാക്കും. അങ്ങനെ പല തോന്നലുകളും, അങ്ങനെ തോന്നലുകൾ ഉണ്ടാക്കിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് തെറ്റായ എൻട്രികൾ എടുപ്പിക്കാൻ എപ്പോഴും മാർക്കറ്റ് ശ്രമിക്കാറുണ്ട്. അതിനെ നമ്മൾ സൈക്കോളജിക്കലി അതിജീവിച്ച് കഴിയുമ്പോഴേ നമുക്ക് മികച്ചൊരു ട്രേഡറായി മാറാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇന്നത്തെ ട്രേഡിൽ ഞാനും പെട്ടു. സൈക്കോളജിക്കലി ഫിയർ ഓഫ് മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി അവിടെ കയറി വന്നു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എൻട്രി എടുത്തു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് പറയണ്ടല്ലോ. സെക്കൻഡ് ക്യാൻഡിൽ കുറച്ചൊന്ന് ഇവിടെ വരെ മൂവ് ചെയ്തതിന് ശേഷം അത് തിരിച്ച് പുഷ് ചെയ്യാൻ തുടങ്ങി. ഇന്നത്തെ ഡേ ലോയും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയി. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്ന ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയത് ലോസ് ആണ്. നമുക്കൊന്ന് നോക്കാം. ഇന്ന് 117 രൂപ 95 പൈസ നമുക്ക് നഷ്ടം വന്നു. നമ്മൾ എൻട്രി എടുത്തത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ബൈയിങ് എൻട്രി വന്നത് 9:20 അടുപ്പിച്ചിട്ടാണ്. 9:19 കൂടി നമ്മൾ ബൈ ചെയ്തു. അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത് 9:30 കൂടിയാണ്. ഓക്കെ, 9:35 കൂടി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ റൂൾ പ്രകാരം നമ്മൾ ഇന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ എടുക്കേണ്ടിയിരുന്നത് രണ്ടാമത്തെ ക്യാൻഡിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് നമുക്ക് എൻട്രി എടുക്കാം. ഇതാണ് പ്രൈസ് ആക്ഷനിൽ നമ്മൾ സ്ഥിരമായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എൻട്രി പൊസിഷൻ. ഓക്കെ, താഴത്തെ സപ്പോർട്ടുണ്ട്, മുകളിൽ റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി വെയിറ്റ് ചെയ്തില്ല. രണ്ടാമത്തെ നമ്മുടെ എൻട്രി പോയിന്റ്, അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് വന്നിട്ടില്ല. പിന്നെന്തെന്നാ, ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ, മുകളിൽ റെസിസ്റ്റൻസ് പോയിന്റ്. അപ്പോൾ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. ഓക്കെ, ആ എൻട്രിയാണ് നമ്മൾ എടുത്തിരുന്നതെങ്കിൽ ഇപ്പോഴും നമ്മൾ ട്രേഡിൽ ഉണ്ടായിരുന്നേനെ. അപ്പോൾ ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ രീതിയിലാണ് നമ്മൾ എൻട്രി എടുത്തിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നോക്കാം. രണ്ടാമത്തെ രീതിയിൽ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ പ്രൈസ് ആക്ഷൻ ലൈനിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വന്നേനെ. ഓക്കെ, നമ്മളുടെ ടാർഗറ്റ് 1:2 വെക്കുകയാണെങ്കിൽ
ഇതാ ടാർഗറ്റ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടം വരെ മാർക്കറ്റ് വരണം. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതൊരു ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഡേ ക്യാൻഡിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ ഇതുവഴി നമുക്ക് വരച്ചാൽ കടന്നു പോകും. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിനെ ആക്ച്വലി ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നോക്കാം, അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇതാ ഇവിടെ 2 ഗ്രീൻ ക്യാൻഡിലുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ട്രെൻഡ് ലൈന് തിരിച്ച് ക്രോസ് ചെയ്തുകൊണ്ടൊരു ക്ലോസിങ് തരാനായിട്ട് മാർക്കറ്റിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതായത് ഇന്ന് ഈ ട്രെൻഡ് ലൈനിന് നല്ല വാലിഡിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് താഴത്തേക്ക് തന്നെ മാർക്കറ്റ് പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഇന്ന് ഈ സൈഡിലേക്ക് എടുത്തിരുന്നെങ്കിൽ ഹിറ്റ് ചെയ്തേനെ. ഓക്കെ, അപ്പോൾ ഇമോഷൻസ് ആണ്, സൈക്കോളജിക്കലാണ് ട്രേഡിംഗ് വളരെ അധിക സമയവും എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ട്രേഡർ ആണെങ്കിൽ പോലും അവരുടെയൊക്കെ അഭിമുഖങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സൈക്കോളജിക്കൽ ഇഷ്യൂസ് വന്നിട്ട് തെറ്റായ ട്രേഡുകൾ അവരും എടുക്കാറുണ്ട്. നമ്മളും അത് ചെയ്യുന്നുണ്ട്. ഇത് ആര് ചെയ്താലും സംഭവിക്കാം. പക്ഷേ അത് സംഭവിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കും തോറും സ്വയം നമുക്ക് ബോധ്യപ്പെട്ട് ഇത് കൂടുതൽ തെറ്റുകൾ സംഭവിക്കുന്നതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒഴിവാക്കിയാലാണ് നമുക്ക് മുന്നോട്ട് വളരെ സ്മൂത്തായിട്ട് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലും ലൈവായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് അത് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ തിയറി മാത്രമായിട്ട് നമ്മളിവിടെ പഠിക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് ലൈവ് എക്സാമ്പിളുകളിലൂടെ നമുക്ക് സംഭവിച്ച അബദ്ധങ്ങളിലൂടെ നമുക്കത് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഒപ്പം നിങ്ങളുടെ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ള സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ട്രേഡാണ് എടുത്തത്. ആ ട്രേഡിൽ നമുക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1-ാം തീയതിയും 2-ാം തീയതിയും കണ്ടിന്യൂസ്ലി നമുക്ക് അടുപ്പിച്ച് 2 ലോസുകളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പ്രോഫിറ്റ് എന്തായാലും വരണമല്ലോ. അപ്പോൾ ഈ തെറ്റുകൾ തിരുത്തി നമുക്ക് മുന്നിലേക്ക് പോകാം. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്, നമ്മളിവിടെ കഴിഞ്ഞ ദിവസം കണ്ട നമ്മുടെ വാച്ച് ലിസ്റ്റിനെ നമ്മളൊന്ന് പുതുക്കിയിട്ടുണ്ട്. ഒരു 10ഓളം സ്റ്റോക്കുകളാണ് നമ്മൾ ഈ വാച്ച് ലിസ്റ്റിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ വാച്ച് ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്, അതിന് നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയാസാണ് നോക്കുന്നത്. നമ്മൾ റാൻഡമായിട്ടൊരു സ്റ്റോക്കിൽ ട്രേഡ് എടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് ഫേവറബിൾ ആയിട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള, അതിപ്പോൾ ഡൗൺ ട്രെൻഡ് ആവാം അല്ലെങ്കിൽ അപ്പ് ട്രെൻഡ് ആവാം, സൈഡ് വൈസ് പോകാതെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ട്രെൻഡ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തുക. അതിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ടാർഗറ്റോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസോ ഹിറ്റ് ചെയ്തേക്കാം. ഒരു പക്ഷേ ഇന്ന് തന്നെയോ ഇല്ലെങ്കിൽ നാളെയോ നമ്മൾ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ടാകും, എങ്ങനെ നല്ല സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം, ഏത് സമയത്ത് അത് വാച്ച് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ നല്ലൊരു വാച്ച് ലിസ്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. താങ്ക് യു.